Hello my dear students, welcome to another episode of my channel and this is Sarita from Sarita's vlog. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ ചെയ്തിരുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്നും ഈ റേറ്റ് ഓഫ് റിയാക്ഷനോട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ്. എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഞാൻ ആദ്യം ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ടെമ്പറേച്ചർ, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ റിയാക്റ്റൻസ്. ഓക്കെ, അതില് ഈ 4 എണ്ണത്തിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിനെ കുറിച്ചാണ്. അപ്പോ എന്താണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൽ പറയുന്നത്? ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ്. അതായത് റിയാക്ടിംഗ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെ ഹൈലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു റിയാക്ഷന്റെ റേറ്റ്. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇനീഷ്യലി വളരെ ഹൈ ആയിരിക്കും. ബൈ ദ പാസേജ് ഓഫ് ടൈം ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഡിക്രീസസ് ആൻഡ് വെൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഡിക്രീസസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓൾസോ ഡിക്രീസസ്. കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയും തോറും ഒരു റിയാക്ഷന്റെ റേറ്റും കുറയും. ഇനി ഒരു റിയാക്ഷന്റെ റേറ്റ് കൂടും എപ്പോഴാണെന്ന് അറിയാമോ? റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോ. അപ്പൊ അതിലൂടെ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് are directly related and there is a relationship that connecting the rate of reaction and the concentration of the reactants and that is expressed in terms of rate law. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഫാക്ടറായ ടെമ്പറേച്ചറിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. With increase in temperature, the reaction rate also increases. For every 10 degree rise of temperature, the reaction rate gets doubled. ഓരോ 10 ഡിഗ്രി വെച്ച് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോ ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇത് പിന്നീട് നമ്മൾക്ക് ടെമ്പറേച്ചറിന്റെ കാര്യം പഠിക്കുന്ന സമയത്ത് ആവശ്യം വരും. ഇനി മൂന്നാമത്തെ കാര്യം ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ? ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. റിയാക്ഷൻ ഫാസ്റ്റ് ആയി നടന്നു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷനും വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇനി നാലാമത്തെ ഒരു കാര്യമാണ് ദ സർഫസ് ഏരിയ ഓഫ് ദ റിയാക്ടൻസ്. റിയാക്ടന്റുകളുടെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷന്റെ റിയാക്ഷൻ റേറ്റും കൂടും. സാധാരണ പൗഡേർഡ് ഫോമിലൊക്കെ ആവുമ്പോൾ റിയാക്ഷൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കും. പൗഡേർഡ് ഫോമിലാവുമ്പോ എന്താ പ്രത്യേകത? അവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുമ്പോ ഓട്ടോമാറ്റിക്കലി റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? ഇനി ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓൺ കോൺസെൻട്രേഷൻ. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ is represented in terms of the concentration of reactants and it is known as rate law or rate equation or rate expression. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. The rate of reaction and the concentration of the reactants are directly related and there is a relationship that connecting these two and this relationship is known as rate law or rate equation or rate expression. അപ്പൊ നമ്മൾക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഹൗ കാൻ വി റൈറ്റ് ദ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ലെറ്റ് us check that. Consider a general reaction. A moles of A plus B moles of B give C moles of C plus D moles of D. ഇവിടെ ഈ സ്മോൾ ലെറ്റർ A B C D കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? They are the
സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ്. ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണെങ്കിൽ ഈ സ്മോൾ ലെറ്റർ എ ബി സി ഡി എന്നെല്ലാം പറയുന്നത് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദിസ് റിയാക്ഷൻ? നോക്കൂ, rate is directly proportional to the molar concentration of A raised to X into the molar concentration of B raised to Y. This is the rate law expression. This is the rate equation. And directly proportionality ചിഹ്നം ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ proportionality ചിഹ്നം മാറ്റണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? We have to put a constant. And here that constant is K. Proportionality constant K is called the rate constant. Apo rate is equal to K into the molar concentration of A raised to X into the molar concentration of B raised to Y, where X and Y are the exponents of these concentration terms. And this X and Y, sometimes it can be equal to the stoichiometric coefficients in this equation, or sometimes it may not be equal to this stoichiometric coefficients. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു റിലേഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞ് ഒരു ലോ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ലോയിൽ പറയുന്നത് എത്രയേ ഉള്ളൂ, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ റേറ്റ് എഴുതിയിരുന്നപ്പോ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാ എഴുതിയിരുന്നത് ഓർക്കുന്നുണ്ടോ? റേറ്റ് ഇസ് ഈക്വൽ ടു K into molar concentration of A raised to A into molar concentration of B raised to B എന്നായിരുന്നു അല്ലേ? ഇത് ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം നമ്മൾ എഴുതുന്ന റേറ്റ് ലോ ആണ്. എന്നാൽ നമ്മൾ ഇപ്പോ പഠിച്ച എക്സ്പ്രഷൻ അങ്ങനെയല്ലല്ലോ. ഇവിടെ എയോ ബിയോ അല്ല, പകരം എക്സ് വൈ എന്നുള്ള ഒരു പുതിയ ടേം ആണ്. അപ്പോ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ലോ ഓഫ് മാസ് ആക്ഷൻ വഴി കിട്ടുന്നത് ഒരു തിയറിറ്റിക്കലി ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. എന്നാൽ ഈ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ ഇതിലൂടെ കണ്ടെത്തുന്നത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ആൻഡ് ദിസ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ദ ആക്ച്വൽ റേറ്റ് ഓഫ് റിയാക്ഷൻ. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ആക്ച്വൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിട്ട് അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്രകാരമാണ് ഇത് എഴുതാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ഇനി റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. റേറ്റ് ഓഫ് റിയാക്ടന്റ് it is minus d molar concentration of R by dt, and this is equal to K molar concentration of A raised to X into molar concentration of B raised to Y, and this is known as the differential rate equation. നമ്മൾക്ക് ഒരു മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. എന്താണ് ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ? അപ്പൊ ഇതുപോലെ എഴുതി വെക്കണം. മനസ്സിലായോ? ഞാൻ ഇവിടെ രണ്ട് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 2NO plus O2 gives 2NO2. രണ്ടാമത്തത് CHCl3 plus Cl2 gives CCl4 plus HCl. റേറ്റ് ലോ പ്രകാരം എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2 ഇൻടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2. ഈ ഒരു റേറ്റ് ലോ എക്സ്പ്രഷന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം എപ്രകാരമാണോ ഒരു റേറ്റ് ലോഡ് എക്സ്പ്രഷൻ എഴുതുന്നത് അതുപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? That means the exponents of the concentration terms are same as the stoichiometric coefficient. ഇവിടെ stoichiometric coefficient ആയിട്ട് കൊടുത്തിട്ടുള്ള ടേംസ് ആണ് ഈ ഒരു എക്സ്പ്രഷനിൽ വന്നിട്ടുള്ളത്. ശരിയല്ലേ? ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം നമ്മൾ എങ്ങനെ എഴുതുക ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് റേറ്റ് ഇസ് ഈക്വൽ ടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2 into the molar concentration of O2. ഇതും ഒന്നല്ലേ? ഈ റേറ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം നമ്മൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. എന്നാൽ ഇത് റേറ്റ് ലോ പ്രകാരം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം എന്ന് പറയുന്നത് തിയറിറ്റിക്കലി ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെങ്കിൽ നമ്മളുടെ ഇവിടെ കാണപ്പെടുന്നത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പോ ഇവിടെ ആക്സിഡന്റലി ആയിക്കോട്ടെ രണ്ടെണ്ണവും ഒരുപോലെ ആയിട്ട് വന്നു. എന്നാൽ ഇതുപോലെയല്ല. അടുത്തൊരു എക്സാമ്പിള് എന്താണെന്ന് നോക്കിക്കുക. ഡിഫറൻസ് CHCl3 plus Cl2 gives CCl4 plus HCl. And what is the rate law for this reaction? ശ്രദ്ധിക്കൂ, K into the molar concentration of CHCl3 into the molar concentration of Cl2 whole raised to half. നമ്മൾ സാധാരണ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം എങ്ങനെ എഴുതുക? റേറ്റ് എന്ന് പറയുന്നത് is equal to K into the molar concentration of CHCl3 into the molar concentration of Cl2 എന്നാണ് അല്ലേ? അപ്പോ ഇതും ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഒരു റിയാക്ഷൻ കാണുമ്പോഴേക്കും അതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ പോകരുത്. നമ്മൾ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്തിട്ട് വേണം അതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് റേറ്റ് ലോനെ ഡിഫൈൻ ചെയ്യുന്നത്? ഹൗ കാൻ വി ഡിഫൈൻ റേറ്റ് ലോ? ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു റേറ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രഷൻ ദാറ്റ് കണക്ടിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ആണ്. ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായി പഠിച്ച സ്ഥിതിക്ക് റേറ്റ് ലോനെ നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യാം അല്ലെ? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റേറ്റ് ലോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് കൂട്ടി. ഏതാ? എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് ആണെന്നുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ റേറ്റ് ലോ? വെരി വെരി ഇമ്പോർട്ടന്റ്. It is the experimentally determined relationship between the rate of reaction and the concentration of the reactants. മറക്കരുത്. അപ്പോ ഒരു റേറ്റ് ലോ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. റേറ്റ് is equal to K into the molar concentration of A raised to X into the molar concentration of B raised to Y എന്ന് പറയുന്നത്. ഇനി when the molar concentration of A and the molar concentration of B becomes unity, then what happens to the rate? The rate of reaction becomes equal to the rate constant. അല്ലെ? റേറ്റ് എന്ന് പറയുന്നത് കെക്ക് തുല്യമായിട്ട് വരും. കെ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് മറ്റു പേരുകളാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ഓർ ദ സ്പെസിഫിക് റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, നൗ ഹൗ കാൻ വി ഡിഫൈൻ റേറ്റ് കോൺസ്റ്റന്റ്? നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Rate constant is defined as the rate of a reaction when the concentration of A and the concentration of B is unity. അല്ലേ? The rate constant is defined as the rate of a reaction when the molar concentration of A and the molar concentration of B is unity. മനസ്സിലായല്ലോ? ഇനി what are the different characteristics of a rate constant? Rate constant പ്രത്യേകതകൾ എന്തൊക്കെയാ? The value of rate constant K, it does not depend upon the concentration of the reactants. റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെ ഒരു കാരണവശാലും റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോ റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. പക്ഷെ റേറ്റ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ? The value of K, the rate constant for the same reaction, it changes with the temperature. അതായത് ഒരേ റിയാക്ഷനിൽ തന്നെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറും. ഒരു ഫിക്സഡ് അല്ലാന്ന്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അത് ഫിക്സഡ് ആണ്. ടെമ്പറേച്ചർ മാറുമ്പോ റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ മാറും. So these are the characteristics of rate constant. Next we are going to discuss about another important topic, order of a reaction. ഈ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം അറിയേണ്ടതാണ് ഈ ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ. ഒരു ജനറൽ റിയാക്ഷന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ.
rate is equal to K into the molar concentration of A raised to X into the molar concentration of B raised to Y. Here, the sum of the exponents എന്ന് പറയുമ്പോ X plus Y, it gives the order of a reaction. Very, very important. ഒരു റിയാക്ഷന്റെ ഓർഡർ നമുക്ക് എങ്ങനെ കിട്ടുന്നു? യു ജസ്റ്റ് ആഡ് ദ എക്സ്പോണൻസ്. എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഓവറോൾ ഓർഡർ. ഓവറോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എൻ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമ്മൾ എൻ കൊണ്ട് അവിടെ റെപ്രസെന്റ് ചെയ്തു. അപ്പോ ഓവറോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. ഹൗ കൻ വി ഡിഫൈൻ ദിസ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ദ സം ഓഫ് the powers of the concentration of reactants in the rate law or the rate equation or the rate expression. It's very, very, very important. എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ ഇത് എഴുതണം. റേറ്റ് ഇത് എഴുതി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് ഒരു റിയാക്ഷന്റെ ഓർഡർ. ഇനി ഓർഡറിനെ ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ദ സം ഓഫ് the powers of the concentration of the reactants in the rate law or the rate equation. ഇനി ഓർഡർ എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം and it can also be a fractional number. 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞാവാം. അത് മാത്രല്ല അത് ഒരു ഫ്രാക്ഷണൽ നമ്പറും ആകാം. അത് ശ്രദ്ധിക്കുക. ഓർഡർ ഈസ് ഓൾവേസ് ഡിറ്റർമൈൻഡ് എക്സ്പെരിമെന്റലി. അപ്പൊ ഓർഡറിനെ കുറിച്ച് ചോദിച്ചാൽ 3 കാര്യങ്ങള് കൃത്യമായിട്ട് എഴുതണം. എന്തൊക്കെയാണ്? ഒന്ന്, ഡെഫിനിഷൻ ഓഫ് ഓർഡർ. അതെന്താ? ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഇൻ ദ റേറ്റ് ലോ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഓർഡർ ക്യാൻ ബി 0, 1, 2, 3 എക്സെട്ര ആൻഡ് ഓൾസോ എ ഫ്രാക്ഷണൽ വാല്യൂ. ഇനി മൂന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഓൾവേസ് ഡിറ്റർമിൻഡ് എക്സ്പെരിമെന്റലി. വെരി ഇമ്പോർട്ടന്റ് ഈ 3 കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നോട്ട് എഴുതുമ്പോ ഈ 3 കാര്യങ്ങൾ അവിടെ കാണണം, നിർബന്ധാണ്. ഒരു കാര്യം പോലും വിടാൻ പാടില്ല. ഇനി എന്താണ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമോ? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the rate of reaction is independent upon the concentration of the reactants, then we can say that the order of a reaction is zero or it is a zero order reaction. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ സീറോ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോ സീറോ ഓർഡറിനെ കൂടാതെ ഞാൻ 1, 2 എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നെല്ലാമാണ് കേട്ടോ. അതും കൂടി മനസ്സിലാക്കി പോവാ. നമുക്കത് വിശദമായിട്ട് പഠിക്കാനുണ്ട്, അത് പിന്നാലെ വരും. ഓക്കെ, ഇനി ഓരോ ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോ അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓർഡർ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഓർഡർ തന്നെ പലതരത്തിലുണ്ട്. സീറോ ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, ഫ്രാക്ഷണൽ ഓർഡർ ഉണ്ട് എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ റിയാക്ഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡറിന്റെ എക്സാമ്പിൾ ആണ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ H2O2 gives H2O plus half O2 and the rate is K into the molar concentration of H2O2. അപ്പൊ ഇവിടെ X എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത് അനദർ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. നമ്മൾക്ക് എക്സാമിന് ചോദിക്കും റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത് ഏത് ഓർഡറിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത്. അപ്പോ ഉടൻ തന്നെ എഴുതുക ദിസ് എക്സാമ്പിൾ ഈസ് ഓഫ് ഫസ്റ്റ് ഓർഡർ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോകണം കേട്ടാ. ഇനി റിയാക്ഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എങ്ങനെയാണ്? the reaction between hydrogen and iodine to give hydrogen iodide. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഹൈഡ്രജനും അയോഡിനും
കൂടി ചേർന്നിട്ട് ഹൈഡ്രജൻ അയഡൈഡ് കിട്ടുന്നത്. ആ റേറ്റ് നോക്കൂ, ഇറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2. അപ്പോ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ X എന്ന് പറയുന്നത് 1 ആണ്, Y എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദ സം ഓഫ് ദീസ് ടു ഗീവ്സ് ആൻസർ എന്ത് വരും? X പ്ലസ് Y എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? അതുകൊണ്ടാണ് ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറിയത് കേട്ടോ. ഇനി റിയാക്ഷൻസ് ഓഫ് തേർഡ് ഓർഡർ, 2NO plus O2 gives 2NO2. Rate is equal to K into the molar concentration of NO raised to 2 into the molar concentration of O2. അപ്പോഴും ഇവിടെ 2 plus 1 that is equal to 3. അപ്പൊ 3 കിട്ടിയത് കൊണ്ട് ഇതൊരു തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി റിയാക്ഷൻ ഓഫ് ഫ്രാക്ഷണൽ ഓർഡർ, അപ്പൊ ഫ്രാക്ഷൻ ആയിട്ട് വരും എന്ന് പറഞ്ഞല്ലോ. H2 plus Br2 gives 2HBr and the rate is equal to K into H2 into molar concentration of Br2 whole raised to 1/2. അപ്പോ ഇതിന്റെ ഓർഡർ എന്താ വരിക? ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ എന്താ വരിക? അപ്പോ 1 plus 1/2 ആണ് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ആണ് ഇവിടെ ഓർഡർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഫ്രാക്ഷൻ ആണെന്ന് പറയുന്നത്. ഇനി റിയാക്ഷൻസ് ഓഫ് സീറോ ഓർഡർ. സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഓൺ ദി ഗോൾഡ് സർഫസ്. എക്സാമിന് ചോദിക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എക്സാമിന് ചോദിക്കും. നിങ്ങളിത് തള്ളിക്കളയണ്ട, നന്നായിട്ട് തന്നെ ഇത് പഠിച്ചു പോകണം. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ സർഫസ് ഓഫ് ഗോൾഡ് പ്ലാറ്റിനം അറ്റ് ഹൈ പ്രഷർ എന്നും കൂടി ചേർക്കുക കേട്ടോ. ഹൈ പ്രഷറിലാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഹേബർ പ്രോസസ്സിന്റെ എക്സാമ്പിൾ എഴുതി വെക്കരുത് ഇവിടെ, അത് തെറ്റാണ്. ചില കുട്ടികൾ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് സീറോ ഓർഡർ റിയാക്ഷൻ എഴുതി വെക്കാറുണ്ട്. അത് നമ്മൾക്ക് തെറ്റായി പോകും ഉത്തരം. ശ്രദ്ധിക്കുക, ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ സർഫസ് ഓഫ് ഗോൾഡ് പ്ലാറ്റിനം അറ്റ് ഹൈ പ്രഷർ എന്ന് തന്നെ എഴുതണം. ഒരു കോംപ്രമൈസും ഇല്ല ഈ കാര്യത്തില്. ഓക്കെ, അപ്പോ ഇതെല്ലാമാണ് the examples of reactions of different orders. മറക്കരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് how to find out the unit of a rate constant. ഒരു റേറ്റ് കോൺസ്റ്റന്റ് ന്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഓരോ ഓർഡറിനും വ്യത്യാസമായിട്ട് വരും കെയുടെ യൂണിറ്റ്. അപ്പൊ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, and for that let us consider a general reaction. Na gives products. Rate is equal to K into the molar concentration of A raised to N. ഇങ്ങനെയല്ലേ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ് എഴുതുന്നത്? ഹിയർ N എന്ന് പറയുന്നത് N is the order of a reaction. Okay. Then K is equal to rate divided by the molar concentration of A raised to N എന്ന് വരില്ലേ? വരും. ഇനി നമ്മളിവിടെ പഠിക്കുന്നത് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ? അപ്പൊ വെറുതെ റേറ്റ് ഒന്ന് കോൺസെൻട്രേഷൻ ഒന്നും എഴുതിയിട്ട് കാര്യമില്ല. ഇവയുടെയൊക്കെ എന്ത് വേണം? യൂണിറ്റ് നമുക്ക് അറിയണം. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ബൈ ടൈം. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് മോൾ പെർ ലിറ്റർ അല്ലെ? മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ടൈം സെക്കൻഡിലാണ് ഇവിടെ പറയുന്നത്, അപ്പൊ സെക്കൻഡ് എന്ന് എഴുതി. ഇനി റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലല്ലേ, അതുകൊണ്ട് ഇതിനെ കോൺസെൻട്രേഷൻ റേസ് ടു എൻ എന്നും എഴുതി. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് ഇവിടെ നമ്മൾ കണ്ടു, മോൾ ലിറ്റർ ഇൻവേഴ്സ് ബൈ സെക്കൻഡ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഈ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് തന്നെയാണ്, ബട്ട് ഇറ്റ് ഓൾ റേസ് ടു എൻ ആണെന്ന് മാത്രം. ആൻഡ് യു ഷുഡ് നോട്ടീസ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യാം? നമുക്ക് അറിയുന്ന കാര്യമാണ് മോൾ ലിറ്റർ ഇൻവേഴ്സ് ബൈ സെക്കൻഡ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു എൻ എന്ന് പറയുന്നത്. ഇവിടെ സീറോ ഓർഡർ ആകുമ്പോൾ യു ജസ്റ്റ് പുട്ട് സീറോ ഹിയർ. ഓക്കെ, ഇനി എനിത്തിങ് റേസ് ടു സീറോ എന്ന് പറയുന്നത് 1 അല്ലേ? ഓക്കെ, 1 ആണ്. അപ്പൊ ഇത് 1 ആയിട്ട് പോയി. അപ്പൊ നമ്മൾക്ക് ഫൈനൽ ആയിട്ട് എന്താ കിട്ടുക? ഇവിടെ ഉത്തരം നോക്കൂ, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് റേസ് ടു -1.
mole liter inverse second raised to minus 1 is the unit of rate constant for a zero order reaction. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്നിന്റെ അവിടെ 0 കൊടുക്കുക. ഇനി ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോ എന്നിന്റെ വാല്യൂ 1 ആവില്ലേ? എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ ഇവിടെ എന്താ വരിക മാറ്റം? രണ്ടും വെട്ടിപ്പോയി. പിന്നെ എന്ത് കിട്ടും? s raised to minus 1 for first order reaction. What is the unit of K? It is s raised to minus 1. Don't forget this. Okay. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ വരുമ്പോ ഇവിടെ എന്ത് വരും? 2 എന്ന് വരും അല്ലേ? അപ്പൊ 2 എന്ന് പറയുമ്പോ നമ്മൾക്ക് ഇവിടെയുള്ള ഒരു മോൾ പെർ ലിറ്ററും ഈ മോൾ പെർ ലിറ്ററും ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? സെക്കൻഡ് ഓർഡർ റിയാക്ഷന് വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞേ. ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ പറയൂ. യൂണിറ്റ് ഓഫ് കെ ഈസ് ഈക്വൽ ടു എന്താ വരിക? മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് കിടക്കണം അല്ലെ? അത് മുകളിലേക്ക് വരുമ്പോ മോൾ ഇൻവേഴ്സ് ലിറ്റർ എൽ റേസ് ടു മൈനസ് 1 എന്നല്ലേ കിടക്കുന്നത്, അത് ലിറ്റർ ആവും. എസ് എന്ന് പറയുന്നത് ഇവിടെ താഴെ, അത് മുകളിലേക്ക് വരുമ്പോ എസ് റേസ് ടു മൈനസ് 1 വരും. ഇതിന്റെ ഓരോ പ്രത്യേകതകൾ നോക്കൂ, എങ്ങനെയാണ് ഇത് കിട്ടുന്നത് അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മോൾ ഇൻവേഴ്സ് ലിറ്റർ എസ് റേസ് ടു മൈനസ് 1 എന്ന് ഉള്ളതാണ് സെക്കൻഡ് ഓർഡറിന്റെ യൂണിറ്റ് റേറ്റ് കോൺസ്റ്റന്റിന്റെ. അപ്പൊ എങ്ങനെയാ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ നമ്മൾക്ക് ഓരോ ഓർഡറിന്റെയും യൂണിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതുപോലെ ഓരോ ഓർഡറിന്റെയും യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ജനറൽ ആയിട്ടുള്ള ആ ഒരു ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഏത് ഓർഡർ തന്നാലും അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങള് നോട്ടില് നിർബന്ധമായിട്ടും എഴുതണം സീറോ ഓർഡറിന്റെ, അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിന്റെ, സെക്കൻഡ് ഓർഡറിന്റെ, ഇതെല്ലാത്തിന്റെയും യൂണിറ്റ് ഓഫ് കെ നമ്മൾ എക്സാമിന് ചോദിക്കും. ചിലപ്പോഴൊക്കെ വെറുതെ സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്നൊക്കെ തന്നിട്ട് അത് ഏത് ഓർഡർ ആണെന്ന് ചോദിക്കും. അപ്പൊ ആ യൂണിറ്റിലൂടെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ഓർഡറിന്റെ ആണ്. മനസ്സിലായ? അപ്പോ ഈ ഒരു യൂണിറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഒരു ജനറൽ ഫോർമുലയാണ് ഈ കൊടുത്തിട്ടുള്ളത്. മോൾ ലിറ്റർ ഇൻവേഴ്സ് ഹോൾ റേസ് ടു 1 മൈനസ് n എസ് റേസ് ടു മൈനസ് 1. ഇവിടെ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾക്കൊരു സീറോ ഓർഡറിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്നിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോ നിങ്ങൾക്ക് സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ഓഫ് കെ കിട്ടും. അതുപോലെ ഫസ്റ്റ് ഓർഡറിന്റെ കാണണമെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, സെക്കൻഡ് ഓർഡറിന്റെ കാണണമെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച രീതി ഉണ്ട്. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ജനറൽ ഫോർമുലയിലൂടെ പഠിച്ചു വെക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ഞാനപ്പോ എന്തൊക്കെയാ പറഞ്ഞു തന്നത്? ഒന്ന്, എങ്ങനെയാണ് ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുന്നത്, എന്താണ് ഒരു റേറ്റ് ലോയുടെ ഡെഫിനിഷൻ, എന്താണ് ഒരു ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ തന്നെ പല വിധത്തിലുണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, സീറോ ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ. ആൻഡ് ഓൾസോ ഫൈനലി വി സ്റ്റഡീഡ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ ഒന്നും ഇതില് മാറ്റി നിർത്താനില്ല, എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ കുട്ടികളോടും ഞാൻ പറയാണ്, എല്ലാവരും ഇത് നന്നായിട്ട് തന്നെ പഠിച്ചു പോകേണ്ടതാണ്. നമ്മളെ എക്സാമിന് നിരന്തരം വരുന്ന ചോദ്യങ്ങൾ ഇന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കോട് കൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.